نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر. യെസ് ഗൈസ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഏകദേശം ചോദ്യങ്ങളൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. പിന്നെ ഭയങ്കര സന്തോഷം ഇല്ലാണ്ടിക്കോ, എത്രങ്ങാനും ചോദ്യങ്ങളാണ് വന്നത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് അറിയാം, രണ്ട് രീതിയിലുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നത്. എല്ലാ സബ്ജക്റ്റിനും രണ്ട് രീതിയിലുള്ള വീഡിയോ. ഒന്ന് ഇമ്പോർട്ടൻറ്റ് പാർട്സ്, ഒന്ന് കൈമടക്കുന്നില്ല, ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ. ഇങ്ങനെ രണ്ട് രീതിയിലുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഉഷാറാക്കിയിട്ട് പോയിട്ട് പഠിക്കട ചങ്ങായിമാരെ, പഠിക്കന്നെ തന്നെ. ജനിച്ചോ പഠിക്കലോട് പഠിക്കണം. അതൊന്ന് നോക്കണ്ട. ഒരു ലെവലെത്തുന്നവരെ പഠിച്ചുകൊടുക്കണം. അത് നിർബന്ധമുള്ള ഒരു ലെവൽ നമ്മൾ ഏടം വരെ എത്തുന്നോ അതുവരെ നമ്മൾ പഠിച്ചോട് നിൽക്കണം. അത് നിർബന്ധമുള്ള കാര്യം. അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. എവിടെങ്കിലൊക്കെ എത്തണ്ടേ, പൈസ വേണ്ടേ. പഠിച്ചോ, ഉഷാറായിട്ട് പഠിക്കേ, പ്രശ്നമൊന്നുമില്ലടാ. അതൊക്കെ വേഗം കഴിയും. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ കാര്യമല്ലേ. ഇതിലും വലിയ എന്തൊക്കെയോ തേങ്ങകളുണ്ട്. ക്ലാസ് 4 ക്വസ്റ്റ്യൻ പേപ്പർ, എന്തിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇനി ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ഉണ്ട്, പോയിട്ട് കാണണം, നിർബന്ധമാണ്. ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് കണ്ടിട്ടില്ലെങ്കിൽ നഷ്ടമായിരിക്കാ നിക്ക് അല്ലേ, പിന്നെ നിൽക്കുന്നു കഷ്ടം. പിന്നെ ഇതിൻ്റെ PDF ഒക്കെ കിട്ടാൻ വേണ്ടി താഴത്തോടെ അങ്ങനെ സാധനം പോകുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചെയ്യുക, നോക്കിയിട്ട് കാര്യമൊക്കെ ചെയ്യാം. ലൈക്ക് കുറേ 4ാം ക്ലാസ്സിലെ മക്കൾ, ഇത്രങ്ങാനും വലിയ മക്കളെ പഠിച്ചോണേ 4ാം ക്ലാസ്സിലെ മക്കൾ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇത് പിസ്കാ കുറയണത്തിൽ പറയാനില്ല, എന്ത് ചാതി മക്കൾ. സബ്സ്ക്രൈബ്, ഗോ ആൻഡ് സബ്സ്ക്രൈബ്. റെഡി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ തുണിയൊന്ന് മടക്കി കൊടുത്തട്ടെ. ഹലോ, റെഡി. അപ്പോൾ തുല്യ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് നമ്മളൊരു പാടുണ്ട് അല്ലേ, യൂണിറ്റ് 9. അതിലെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലേ. ഇവിടെ നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 1. 36 സോപ്പ് 36 soap bars are to be packed into 3 boxes equally. How many bars will be in each box? അതായത് 36 സോപ്പ് ബാർ 3 ബോക്സിലായിട്ട് നമ്മൾ ഈക്വൽ ആയിട്ട് എഴുതിച്ചു, അല്ലെങ്കിൽ അതിലൊക്കെ വെച്ചു എന്ന് വിചാരിച്ചു. 36 സോപ്പ് 3 ബോക്സിലായിട്ട് വെച്ചു. അപ്പോൾ ഓരോ ബോക്സിലും എത്ര ഉണ്ടാവുന്നതാണ്. ഓക്കെ, കാണാൻ എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 12 ആണ് അല്ലേ. 36 നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 12 എണ്ണം വെച്ചിട്ട് ഓരോ ബോക്സിലുണ്ടാവും. ഓക്കെ, റെഡി. അടുത്തത് സംശയം ഉണ്ടാവും, അതിലൊന്നും സംശയം എൻ്റെ തലമണ്ട കടിക്കും ഞാൻ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6 × 8 എന്ന് പറയുന്നത് 48 ആണ്. അങ്ങനെയാണെങ്കിൽ 48നെ നമ്മൾ 6 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? സിമ്പിൾ അല്ലേ. അടുത്തത് മെഷറിംഗ് വെയ്റ്റ്സ് ആണ്, ഭാരങ്ങൾ അളക്കുന്ന സംഭവമാണ്. എ ഷോപ്പ് ഹാസ് 5 tons ഓഫ് റൈസ്. 5 ടണ്ണിന്റെ റൈസ് ഉണ്ട് ഒരു ഷോപ്പിലെ. ഹൗ മെനി കിലോഗ്രാം ഇൻ ദിസ്? 5 ടൺ എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണ്? 5 ടൺ എന്ന് പറഞ്ഞാൽ 5 തോന്നില്ല, അത് കോട്ടയാട്ട്. ഒരു ടണ്ണ് എന്ന് പറഞ്ഞാൽ എത്രയാ? 1000 കിലോ. 5 ടണ്ണ് എന്ന് പറഞ്ഞാൽ 5000 കിലോ. ഇങ്ങനെയൊക്കെ വരും കേട്ടോ. ചിലപ്പോൾ ടണ്ണിന്റെ 2-3 ടണ്ണിന്റെ കണക്കൊക്കെ തന്നിട്ട് നിങ്ങളോട് അത് കൂട്ടിയാൽ എത്ര, അത് കുറച്ചാൽ എത്ര എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ടണ്ണ് എത്രയാണെന്നുള്ളത് ആദ്യം അറിയണം. ഒരു ടണ്ണ് എന്ന് പറഞ്ഞാൽ 1000 കിലോ എന്നുള്ളത് ആദ്യം പൊട്ടന്മാരെ നമുക്ക് അറിയണം. അല്ലെങ്കിൽ ഒരു നമ്മളെ സ്വീപ്പാക്കും. ആരെയും ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആള് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് ഇങ്ങനെ മേലോട്ട് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റവരിലേക്ക് ഇങ്ങനെ നോക്കേണ്ടി വരും. നല്ല സുഖമാണല്ലോ അല്ലേ. പരീക്ഷയൊക്കെ ഇത് മറ്റവരിലേക്ക് നോക്കി ചെയ്താൽ അല്ലേ, അടുത്തടുത്തായിരിക്കും ഇരിക്കുക. മറ്റവരിലേക്ക് നോക്കി ചെയ്തല്ലോ, എന്ത് സുഖ. എന്നിട്ട് പൊട്ടന്മാര് അതേ സെയിം സാധനം എഴുതി വെച്ചിട്ട് പൊട്ട തെറ്റൊക്കെ എഴുതി വെച്ചത്, എന്നിട്ട് അതന്നെ എഴുതി വെക്കും. ഇവരെ ചിലപ്പോൾ ഉത്തരം അറിയണ്ടാവും, എന്നാലും എന്ത് ചെയ്യും, മറ്റവൻ്റെ അതേപോലെ ഈച്ച കോപ്പി അടിച്ചിട്ട് അത് ശരിയാന്ന് വെച്ചിട്ട് എഴുതി വെക്കും. എന്തോ വാക്ക്. അടുത്തത് ഹൗ മെനി 50 kg സാക്സ് നീഡഡ് ടു ഒരു ടണ്ണ്? 50 കിലോന്റെ എത്ര ചാക്ക് വേണം ഒരു ടണ്ണ് ആനെന്നാണ്. 50 കിലോന്റെ എത്ര ചാക്ക് വേണം ഒരു ടണ്ണ് ആന? 50 കിലോന്റെ ഒരു ടണ്ണ് എന്ന് പറഞ്ഞാൽ എത്ര? 1000 കിലോ ആണ് അല്ലേ. അപ്പൊ നമ്മൾ 1000നെ നമ്മൾ 50നെ കൊണ്ട് ഹരിച്ചു നോക്കിയാൽ എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. അപ്പോൾ 20 ചാക്ക് വേണം. 20 ചാക്ക് വേണം എന്താവാൻ? ഒരു ടണ്ണാവാൻ വേണോ? ഒരു ടണ്ണ് എന്ന് പറഞ്ഞാൽ എത്രയാ? 1000 kg അല്ലേ. അപ്പൊ നമ്മളോട് ചോദിച്ചത് ഒരു ടണ്ണ 50 ചാക്ക് വെച്ചിട്ട് എത്ര ആവണം ഒരു ടണ്ണാവാൻ? നമ്മൾ 50നെ 1000 കൊണ്ട് കൂളായിട്ട് ഹരിച്ചു നോക്കി, അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും 20. അടുത്തത് ഇൻ എ സ്കൂൾ ടേബിൾ 1 head icon denotes 5 students. If there are 4 coins for girls coming by bus, how many girls come by bus? ഒരു സ്കൂൾ പട്ടികയിൽ ഒരു തലയുടെ ചിത്രം 5 കുട്ടികളെ സൂചിപ്പിക്കുന്നു. ഒരു തലയുടെ ചിത്രം സ്മൈലിയാണ്, അത് 5 കുട്ടികളെ സൂചിപ്പിക്കുന്നു. ബസ്സിൽ വരുന്ന പെൺകുട്ടികളുടെ നേരെ
4 ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ എത്ര പെൺകുട്ടികളാണ് ബസ്സിൽ വരുന്നത്? അതായത് ഒരു തല, ഒരു സ്മൈലി, ഇങ്ങനെയുള്ള ഒരു സ്മൈലി, ഒരു പട്ടികയിൽ അത് എത്രയാളെ സൂചിപ്പിക്കുന്നത്? 5 ആളെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ബസ്സിൽ വരുന്നതിന് കുട്ടികൾക്ക് നേരെ 4 സ്മൈലി ഉണ്ട്. അപ്പോൾ എത്രയാ? 5 × 4 അല്ലെ 4 × 5 20 പെൺകുട്ടികൾ. ഒരു തല, ഒരു സ്മൈലി എന്ന് പറഞ്ഞാൽ 5 അല്ലേ? അപ്പൊ ബസ്സിൽ വരുന്ന പെൺകുട്ടികൾക്ക് എണ്ണത്തിന് എന്താ കൊടുത്തത്? 4 സ്മൈലിയാ കൊടുത്തത്. അപ്പൊ എത്ര കുട്ടികളുണ്ട്? 4 × 5. കൂളായിട്ട്. അടുത്തത്, റെപ്രസെന്റ് ദ നമ്പർ 13 യൂസിങ് ടാലി മാർക്സ്. 13 എന്ന സംഖ്യയെ ടാലി മാർക്കിൽ ഉപയോഗിച്ച് രേഖപ്പെടുത്തുക. 2 3 4 5 6 7 8 9 10 11 അയ്യോ എനിക്ക് കയ്യ. അടുത്തത്, ഇഫ് 1 ബുക്ക് ഐക്കൺ ഡിനോട്ട്സ് 10 ബുക്ക്. ഒരു ബുക്കിന്റെ ഐക്കണ 10 ബുക്കായിട്ടാണ് അവർ കാണുന്നത്. ഒരു ബുക്കിന്റെ ഐക്കൺ, ഇങ്ങനെയുള്ള ഒരു ബുക്കിന്റെ ഐക്കൺ എത്ര ബുക്കാ? 10 ബുക്ക്. ഹൗ മെനി ഐക്കൺസ് ആർ നീഡഡ് ടു ഷോ 60 ബുക്ക്. 60 ബുക്ക് കാണിക്കാൻ എത്ര ഐക്കൺ വേണ്ടി വരും? 6 ഐക്കൺ അല്ലേ? ഒരു ഐക്കൺ എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ 6 ഐക്കൺ എന്ന് പറഞ്ഞാൽ 60 അല്ലേ? സിമ്പിൾ. അടുത്തത്, ഹരിതം ക്ലബ്ബ് നിർമ്മിച്ച 96 സോപ്പ് ബാറുകൾ ബോക്സുകളിൽ നിറയ്ക്കണം. ഒരു ബോക്സിൽ 8 സോപ്പുകൾ വീതം വെക്കുകയാണെങ്കിൽ എത്ര ബോക്സുകൾ വേണം? ഇതേ 96 സോപ്പുകൾ 6 ബോക്സുകളായി തുല്യമായി വീതിച്ചാൽ ഒരു ബോക്സിൽ എത്ര എണ്ണം ഉണ്ടാവും? ഇതൊക്കെ ഹരിക്കേണ്ടതാണ്. ഒന്നാമത്തെ ചോദ്യം എന്താ? 96 സോപ്പ് ബാറുകൾ ബോക്സിനുള്ളിൽ നിറക്കണം. ഒരു ബോക്സിൽ 8 സോപ്പുകൾ വീതം. അപ്പൊ 96 നമ്മൾ 8 കൊണ്ട് ഹരിച്ചു നോക്കും. ഹരിച്ചു നോക്കുമ്പോൾ 12 ബോക്സ് കിട്ടും. അടുത്തത്, പിന്നെ 96 ഹരിക്കണം 8 എന്ന കണക്കിനെ എന്താ? ഇതേ സോപ്പുകൾ 96 സോപ്പുകൾ 6 ബോക്സുകളായിട്ട് നിറക്കണം. 6 ബോക്സുകളായിട്ട് നിറക്കുമ്പോൾ അതിനെ 96 നമ്മൾ 6 കൊണ്ട് ഹരിച്ചു നോക്കുക. അപ്പൊ 16 എണ്ണാണ് കിട്ടുക. മനസ്സിലാകുന്നില്ല? അത് ശരി, എനിക്ക് മനസ്സിലായിട്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഹരിതം ക്ലബ്ബ് നിർമ്മിച്ച 96 സോപ്പ് ബാറുകൾ എത്രയാ? 96 സോപ്പ് ബാറുകൾ 8 സോപ്പുകൾ വീതം നിറക്കണം. അപ്പൊ എത്രയാ? 12 ബോക്സ് വേണം. ഇനി അടുത്ത ചോദ്യം എന്താ? ഇതേ സോപ്പ് 96 സോപ്പ് 6 ബോക്സുകളിൽ നിരക്കും. അപ്പൊ എത്രയാ വരിക? 16. പിന്നെന്താ ചോദിച്ചത്? 96 ഹരിക്കണം 8 എന്ന കണക്കിനെ 80 ഹരിക്കണം 8 പ്ലസ് 16 ഹരിക്കണം 8 എന്ന് എഴുതിയാൽ എത്രയായിരിക്കും ഉത്തരം കിട്ടുക? 10 പ്ലസ് 2 അല്ലെ? 80 ഹരിക്കണം 8 എന്ന് പറഞ്ഞാൽ എത്രയാ? 10 ആണ്. 16 ഹരിക്കണം 8 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 ആണ്. അപ്പൊ 10 പ്ലസ് 2 12. എന്ത് സിമ്പിളാ! ഇങ്ങനെയുള്ള സിമ്പിൾ ചോദ്യങ്ങൾ വരും. സിമ്പിൾ അല്ലേ ഇത്? 80 ഹരിക്കണം 8 എന്ന് പറഞ്ഞാൽ 10 അല്ലേ? അടുത്തത്, ഒരു പലചരക്ക് കടയിലെ സ്റ്റോക്ക് വിവരങ്ങൾ താഴെ നൽകുന്നു. അരി എന്ന് പറയുന്നത് 2 ടൺ ഉണ്ട്. ഷുഗർ 5 കിൻഡൽ ആള്. മുളക് 250 കിലോ ആള്. കടയിലുള്ള ആകെ അരി എത്ര കിലോഗ്രാം ആണ്? കടയിലുള്ള ആകെ അരി എത്ര കിലോഗ്രാം ആണ്? ഒരു ടണ്ണ് എന്ന് പറഞ്ഞാൽ എത്രയാ? 1000 കിലോ. അപ്പൊ 2 ടണ്ണ് എന്നുണ്ട്. അപ്പൊ 2000 കിലോ അല്ലെ? അടുത്തത്, 5 കിൻഡൽ പഞ്ചസാര എന്നത് എത്ര കിലോഗ്രാം ആണ്? ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോ ആണ്. അപ്പൊ 5 കിൻഡൽ എന്ന് പറഞ്ഞാല് 500 കിലോ അല്ലെ? ഒരു ഡിജിറ്റൽ മെഷീനിൽ 4.750 എന്ന് കാണിച്ചാൽ അത് എത്ര കിലോയും എത്ര ഗ്രാമുമാണ്? 4 കിലോയും 750 ഗ്രാമും അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇത്ര കറക്റ്റ് അല്ലേ? ഇത്ര കറക്റ്റ്. സംശയം എന്താ ഉണ്ടോ? എന്താ സംശയം ഉണ്ടോ? നോക്കി നോക്ക്, സിമ്പിളാണ്. അടുത്തത്, ഉച്ചഭക്ഷണത്തിനായി സ്കൂളിൽ 1 ടൺ അരി വാങ്ങിയേ 50 കിലോ വീതമുള്ള ചാക്കുകളിലാണ് അരി വന്നത്. ആകെ എത്ര ചാക്ക് ഉണ്ടാവും? 1 ടണ്ണ് എന്ന് പറഞ്ഞാൽ എത്രയാ? 1000 kg ആണ് കേട്ടോ. അത് 50 ചാക്കുകളിലായിട്ടാണ് വന്നു പോലും. 50 ചാക്കുകൾ അല്ലേ? 1 ടൺ അരി. ഓക്കെ, റെഡി. അപ്പോൾ ആകെ എത്ര ചാക്ക് ഉണ്ടാവും? ഒരു ദിവസം 25 കിലോ അരി പാകം ചെയ്യുമെങ്കിൽ 100 കിലോ അരി എത്ര ദിവസം ഉപയോഗിക്കാം? ഓക്കെ, ശരിയായ പ്രസ്താവന ഏതെന്നാണ്? അതായത് 10 കിൻഡൽ എന്നാൽ 1 ടണ്ണാണ്. അത് തെറ്റല്ലേ? 500 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ആണ്. അതും തെറ്റല്ലേ? 10 കിൻഡൽ എന്ന് പറഞ്ഞാൽ 1 ടൺ. അത് ശരി. 10 കിൻഡൽ എന്ന് പറഞ്ഞാൽ 1 ടൺ. അത് ശരിയാ. 10 കിൻഡൽ, 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്രയാ? നമുക്കറിയൂലേ? ഇല്ല, പഠിച്ചല്ലേ? അല്ലെ? 1 കിൻഡൽ എത്രയാ? 100 ഗ്രാം, 100 കിലോ അല്ലേ 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ? അത് പോയാ? ക്യാമറ പോയി. അയ്യോ, ക്യാമറ പോവല്ലേ? ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. ക്യാമറ പോവല്ലേ? ക്യാമറ എന്ത് കളിക്ക? ക്യാമറ പോവല്ല. ക്യാമറ നിക്ക്. നിങ്ങൾ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? നോക്കട്ടെ. ക്യാമറ കിടക്കിടക്ക് എന്തൊക്കെയോ പ്രശ്നം. ക്യാമറ മാറ്റാനായിട്ടുണ്ട് തോന്നുന്നുണ്ട് അല്ലേ?
ബാ ക്യാമറ, കളിക്കല്ല ക്യാമറ, ക്ലാസ് എടുക്കണോ, ബാ. ഓക്കെ റെഡി. അത് ശരി. അപ്പൊ ഉത്തരം നോക്കാം നമുക്ക്. ഒന്നാമത്തെ ചോദ്യം, ആകെ എത്ര ചാക്ക് അരി ഉണ്ടാകും? അപ്പൊ 1000 നമ്മൾ 50 കൊണ്ട് ഹരിച്ചു നോക്കിയിട്ട് 20 ചാക്ക്. ഒരു ദിവസം 25 കിലോ അരി പാകം ചെയ്യുമെങ്കിൽ 100 കിലോ അരിയാകാൻ എത്ര വേണം? 100 നമ്മൾ 25 കൊണ്ട് ഹരിച്ചു നോക്കും. 4 ദിവസം വേണം എന്താവാനേ? 100 കിലോ അരിയാവാൻ. അപ്പോൾ പിന്നെ ഇനി പിന്നെ 10 കിൻഡൽ 1 ടണ്ണ്, അത് ശരിയാണ്. 500 ഗ്രാം എന്ന് പറഞ്ഞ 1 കിലോ അല്ല, അത് തെറ്റാണ്. അടുത്തേക്ക് നമ്മൾ പോകുന്നു. ഇത് പോയോ? ഇനി അടുത്ത് പോയോ? അപ്പൊ മറ്റു പോയോ? ഇതെന്താണിത്? ഒന്ന് പോകുമ്പോൾ ഒന്ന് വരുന്നല്ലോ. ഇതേതാ സാധനം? അവസ്ഥ പരിതാപകരമാണ് കുട്ടികളെ. റെഡി. അടുത്തത്, ഒരു സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 100 കിട്ടി. ആ സംഖ്യയുടെ പകുതി എത്ര? താഴെ തന്നിരിക്കുന്നതിൽ 48 ഹരിക്കണം 4 തുല്യമായത് ഏത്? ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ വരും. അതായത് ഒരു സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 100 കിട്ടി, അതിന്റെ പകുതി എത്രയാ? ഒരു സംഖ്യ എന്ന് പറയുന്നത് 50 ആണ്, അതിന്റെ പകുതി 25 അല്ലേ? ഓൾറെഡി ഒരു സംഖ്യ, അതായത് 100ന്റെ പകുതി അല്ല കേട്ടോ പോയി എഴുതേണ്ടത്. ഒരു സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് എന്ത് ചെയ്തത്? അതായത് 50നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് എന്ത് ചെയ്തത്? 100 കിട്ടിയത്. അപ്പൊ ഈ 50ന്റെ പകുതിയാണ് ചോദിച്ചത്. 50ന്റെ പകുതി എത്രയാ? 25. അപ്പോ 40 ഹരിക്കണം 4 പ്ലസ് 8 ഹരിക്കണം 4, അതായത് 10 പ്ലസ് 2 12, അതാണ് വരിക. ഓക്കെ റെഡി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം തന്നെയാ അല്ലേ? അല്ലേ? ഇത് നോക്കൂ, താഴെ തന്നിരിക്കുകയിൽ 48 ഹരിക്കണം 4 തുല്യമായത് ഏത്? 48 ഹരിക്കണം 4 തുല്യമായത് ഏത്? അതിൽ ഇതാണ് 48 ഹരിക്കണം 4 തുല്യമായത്. ഓക്കെ റെഡി. കഴിഞ്ഞോ? കഴിഞ്ഞടാ ചെന്റെ മോനെ. അവിടെ ഇതിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് ഉണ്ട് കേട്ടോ, അത് കാണാണ്ട് പോരുതേ. ഇതേപോലുള്ള ചോദ്യങ്ങൾ വരും. വരും തന്നെ വരും. കഷ്ടപ്പെട്ട് കുത്തിന്ന് പഠിച്ചോ. എന്ത് കഷ്ടപ്പാട്, ഇത്രയും വലിയ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ. അത്രേ ഉള്ളൂ, കൂടുതൽ കാര്യമൊന്നും പറയാനില്ല. അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ, ടാറ്റാ.